പ്രോജക്റ്റിന് വേണ്ടി നമ്മൾ ആദ്യമായിട്ട് തന്നെ കാണുമ്പോൾ ഏറ്റവും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഒരു സ്പേസ് എങ്ങനെ വേണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ, അതിലേക്കാളേറെ ഇവിടെ വരേണ്ട ഒരു വൈബ് എന്തായിരിക്കണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയാണ് നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് തന്നെ നമ്മുടെ ഡിസ്കഷൻസ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ, നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പേസിൽ ആ വൈബ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നു എന്ന് അറിയാൻ ഞങ്ങൾക്ക് വളരെയധികം താല്പര്യമുണ്ട്. എല്ലാവർക്കും അവരുടെ വീടൊരു സ്വപ്നമാണല്ലോ, എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു, എങ്ങനെയായിരിക്കണം അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ഫീൽ എങ്ങനെയായിരിക്കണം എന്ന് നമുക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കതൊരു കമ്മ്യൂണിക്കേറ്റ് ആയി എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. തിരിച്ചും നമുക്ക് ഇങ്ങോട്ട് തരുന്ന റെസ്പോൺസും അതുപോലെയായിരുന്നു. നമ്മളൊരു പ്ലാൻ ഫൈനലൈസ് ആക്കിയല്ലോ, അത് കണ്ടിട്ട് ഞങ്ങൾക്കും ആ ജഡ്ജ്മെന്റ് പോയി, ഇതിങ്ങനെ വരുമോ? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ചേട്ടൻ പിന്നെ അതിനെപ്പറ്റി ആലോചിക്കാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഭയങ്കര യുണീക്കാണ് ഇവിടുത്തെ ഫേർണിച്ചേഴ്സും, എസ്പെഷ്യലി ഈ ഒരു ഫേർണിച്ചർ, പിന്നെ ടേബിൾ ആണെങ്കിലും ചെയർ ആണെങ്കിലും ഒക്കെ ഭയങ്കര യുണീക്കാണ്. അപ്പോൾ നമ്മൾ 3Dയിൽ കണ്ടിട്ട് അതുപോലെ വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വന്നപ്പം എനിക്ക് തോന്നുന്നു 3Dനേക്കാളും അടിപൊളിയായിട്ടാണ് ചെയ്തത്. നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, അതിലുപരി ഹാപ്പിയുമാണ്. ഈ പ്രോസസ്സിൽ ഗോപുവിനെ ഞാൻ പല രീതിയിലാണ് കാണുന്നത്. ആദ്യം നമ്മൾ കുറച്ച് ഇൻറ്റീരിയർ പല ആൾക്കാരായിട്ട് നമ്മൾ ഇരുന്നിരുന്നു. അപ്പോൾ അവരൊക്കെ നമുക്ക് തന്നിരുന്ന ഇൻപുട്സ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന മാരിയറ്റും ഗ്രാൻഡ് ഹയാത്തൊക്കെ പോലെയുള്ള അതേ ഹോട്ടൽ റൂം തന്നെ വീണ്ടും പണിതു തരാം എന്ന് പറയുന്ന സ്വഭാവത്തിലേക്കായിരുന്നു പോയിരുന്നത്. ഞങ്ങൾ പലതും പറയുന്നവർക്ക് കമ്മ്യൂണിക്കേറ്റ് ആയിരുന്നില്ല. ഇപ്പോൾ വിജു ബ്രോയുടെ കൂടെയുള്ള ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. പറഞ്ഞു നമ്മളിത് മുന്നോട്ട് പോകുന്നു, കാരണം നമ്മൾ പറയുന്ന ഭാഷ മനസ്സിലാവുന്ന ഒരു ഗ്രൂപ്പിനെ നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് പുള്ളിക്കാർ വീണ്ടും ടെൻഷനായി. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചോദിക്കും, അല്ല ഈ പറഞ്ഞ പോലെയൊക്കെ വരുമോ? ഞാൻ പറഞ്ഞു, ഞാനൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി നമുക്ക് നോക്കാം, എന്തായാലും അവര് നമ്മളിത് ഏൽപ്പിച്ചു, ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അതാണ് ചോദിച്ചത്, എനിക്ക് ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ഞാൻ ഇതിനെ കുറിച്ച് ബോധേഡേ ആയിരുന്നില്ല. ഞാൻ വളരെ കുറവാണ് വിജോനെ വിളിക്കുന്നത് പോലും. കാരണം ഞാനിത് ഏൽപ്പിച്ചു കഴിഞ്ഞ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നവരെയാണ് നമ്മൾ ഫുൾ അനലൈസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കൊരു ട്രസ്റ്റാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകും. പക്ഷെ ഗോപു അങ്ങനെയായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ആ ഫർണിച്ചർ അങ്ങനെ വരുമോ, ഈ ഫർണിച്ചർ ഇങ്ങനെ വരുമോ? അപ്പോൾ നമുക്ക് ആ ഒരു ടെൻഷൻ ഫുൾ സ്റ്റേജിലുണ്ടായിരുന്നു. പക്ഷെ ഓരോ തവണ അത് അതുപോലെ തന്നെ വന്നു കേട്ടോ എന്ന് എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് അത് മാത്രമല്ല, അപ്പോൾ ഗോപുന് ഷീ വാസ് വെരി ക്ലിയർ അബൌട്ട് ദ ഡിസൈൻ, അല്ലെങ്കിൽ ഈ ഒരു വൈബ് താങ്കൾ പറഞ്ഞ സ്ഥിരം കാണുന്നൊരു ഫ്ലാറ്റിൻ്റെ സ്വഭാവമാവരുത്, കളർ പാലറ്റ് ഡിഫറെൻ്റ് ആയിരിക്കണം, നമ്മൾ ഉദ്ദേശിച്ച സാധനം അതേപോലെ എക്സിക്യൂഷൻ ചെയ്യുന്നൊരു ടീമായിരിക്കണം എന്നൊക്കെയായിരുന്നു ഗോപുവിൻ്റെ പറയിച്ചാൽ. എൻ്റെ പറയും ഈ പറഞ്ഞ ഫ്രെയിമിൽ പരിപാടി തീർക്കണം, വളരെ നീറ്റായിട്ട് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ ഇത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും അത്ഭുതമായി തോന്നിയത്. നിങ്ങൾക്ക് ചെറിയ ചാലഞ്ച് ആയിരുന്നില്ല അവിടെ, എന്ന് വെച്ചാൽ 6 o'clock വരെ വർക്ക് ചെയ്യാൻ പാടുള്ളൂ, സൺഡേ ഹോളിഡേയ്സിൽ വർക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ എനിക്കൊരു ടൈം ലൈൻ തന്നിരുന്നു. എന്നിട്ട് ഇത്തരം ചാലഞ്ചസ് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. എന്നിട്ടും നിങ്ങൾ ആ ടൈം ലൈൻ പാലിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര അത്ഭുതമായി തോന്നി. കൃത്യമായിട്ട് നീറ്റായിട്ട് അത് ചെയ്യുന്നു, വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓരോ സമയത്തും നിങ്ങൾ വന്നു പോകുമ്പോൾ നമ്മൾ അറിയാത്ത രീതിയിൽ നിങ്ങൾ പല സാധനങ്ങളും എക്സിക്യൂട്ട് ചെയ്യുന്നു. നിങ്ങളുടെ അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വർക്കേഴ്സ് വരുമ്പോൾ ഗുഡ്നെസ് ആണോ ചോദിക്കേണ്ട ആവശ്യമില്ല, നേരെ വരുന്നത് യൂണിഫോമിലാണ്. അപ്പൊ നമ്മൾ ഡോറ് തുറന്നാൽ തന്നെ കാർപ്പൻറ്റേഴ്സ് ആണോ ഇലക്ട്രീഷ്യൻസ് ആണോ എന്ന് മാത്രം ചോദിച്ചാൽ മതി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തന്നെ. അപ്പൊ ആ ഒരു ഡിസിപ്ലിൻ, സിസ്റ്റമാറ്റിക് വേ ഓഫ് കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ഗോപിക്ക് ഉണ്ടായിരുന്ന വേറൊരു പേടി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാറ്റിൽ വന്ന് നോക്കുമ്പോൾ ഒന്നും ആയിട്ടില്ല, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്, പക്ഷെ ഒരു സാധനം ഇവിടെ കാണുന്നില്ല, പക്ഷെ വളരെ ഡെഡ് ലൈനിന് അടുത്ത് പോകും. ഇതെല്ലാം നിങ്ങൾ പിന്നെ പടയുന്നൊരു 2 ദിവസം കൊണ്ടാണ് ഇതിവിടെ കൊണ്ടുവന്ന് നിറച്ചത്. ആ കോൺഫിഡൻസ് എനിക്കുണ്ടായത് നിങ്ങളുടെ ഫാക്ടറി വിസിറ്റ് ചെയ്തപ്പോഴാണ്. നമ്മൾ ഫൈനലി കളർ ചെക്ക് ചെയ്യാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഫാക്ടറി വിസിറ്റ് ചെയ്താൽ മതി, ഇതാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽ എന്നൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് നിങ്ങളുടെ ഡിസൈൻ സ്റ്റുഡിയോയിലും നിങ്ങളുടെ പെയിന്റ് സ്റ്റുഡിയോയിലൊക്കെ വരാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടി.
അപ്പോഴാണ് എനിക്ക് മനസ്സിലായ വുഡ് നെസ്റ്റ് ഇത്രയും വലിയൊരു സന്നാഹമാണ്. കാരണം അതുവരെ ഞാൻ ഇൻസ്റ്റാഗ്രാം പേജുകളിൽ വുഡ് നെസ്റ്റ് ചെയ്ത വർക്കുകളെ കാണുന്നുള്ളൂ, ഇതിന്റെ ബിഹൈൻഡ് സ്റ്റോറി ഞാൻ കാണുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് ഇത് ഡെഡ് ലൈനിൽ ഫിനിഷ് ചെയ്യാന്നുള്ളതും ഞങ്ങൾ പറഞ്ഞ സാധനം ഞങ്ങൾക്ക് എത്തിച്ചേരുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ പുഷ്പം പോലുള്ള ഒരു കാര്യം എന്നുള്ളത്, നിങ്ങളുടെ ആർമി എന്താണ് എന്നുള്ളത് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ഗോപിയുടെ അടുത്ത് പറഞ്ഞു, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ദേ ഹാവ് എ സിസ്റ്റം, അവരിതെല്ലാം അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്, കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ ഉള്ളിൽ ദേ വിൽ ബ്രിങ് ഇറ്റ് എന്ന് പറയുന്നത്. അത് അത്രയും വലിയൊരു സന്നാഹം നിങ്ങൾ പണിത് വെച്ചിട്ടാണ്. ഞാൻ അവിടെ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞൊരു പോയിന്റാണ്, കേരളത്തിൽ ഇത്രയും വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് എന്നുള്ളത് തന്നെ എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഫാക്ടറീസ് ഇവിടെ കാണുന്നത് വളരെ കുറവാണ്, മാനുഫാക്ചറിങ് യൂണിറ്റ്സ് കാണുന്നത്, അല്ലെങ്കിൽ പല സംഭവം ചൈനയിൽ നിന്നൊക്കെയും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നും ഇത്രയും ജർമ്മനിയിൽ നിന്നൊക്കെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത മെഷീൻസ് എല്ലാം വെച്ചുകൊണ്ട് ഇത്രയും ഫുൾ ഫ്ലെജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾക്ക് ഉണ്ട് എന്ന് കണ്ടോട് കൂടിയിട്ടാണ് ഞാൻ റിലാക്സ്ഡ് ആയത്. അതായിരുന്നു എൻ്റെ ഒരു ഇത്. സോ ഐ എം വെരി ഹാപ്പി എന്ന് മാത്രമല്ല, ഞാൻ ഓൾറെഡി ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്ത് തുടങ്ങി. കാരണം നമുക്ക് ധൈര്യമായിട്ട് പറയാം. ഞങ്ങൾ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിബിലിറ്റി കൂടും. കാരണം വിശ്വാസ്യത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഞങ്ങളെ പരസ്യക്കാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വീട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡബിൾ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുക. പക്ഷേ ധൈര്യമായിട്ട് ആളുകളുടെ അടുത്ത് പറയാൻ പറ്റും, ഞങ്ങൾക്ക് എന്താണോ വേണ്ടത്, നമ്മൾ എന്ത് ചെയ്യും എന്നാണോ വിചാരിച്ചത്, അത് അതിലും മനോഹരമായിട്ട് വുഡ് നെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് തന്നു എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്വാഭാവികമായിട്ട് ഇത് ആളുകളിലേക്ക് എത്തുമ്പോൾ അത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഞങ്ങളുടെ എക്സൈറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. പിന്നെ ഈ ചെറിയ സമയം കൊണ്ട് ഇവിടെ വന്നു പോയ ഞങ്ങളുടെ കസിൻസ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ പറയുന്നത്, ഇങ്ങനെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല, ഇങ്ങനത്തെ ഒരു സ്വഭാവം കണ്ടിട്ടില്ല, ഇതിൻ്റെ ഒരു റിഫൈൻമെൻറ്റ്, ഇപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള ഫുൾ മെറ്റീരിയൽസിൻ്റെയും റിഫൈൻമെൻ്റ് ആണെങ്കിലും ഒരേ സമയത്ത് ആ ലക്ഷറി ഫീലും കിട്ടുന്നുണ്ട്, എന്നാൽ ഭയങ്കര കളർഫുള്ളുണ്ട്. ഈ കോമ്പിനേഷൻ പൊതുവെ കാണാറില്ല. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊരു ഫ്ലാറ്റിലിരിക്കുന്ന ഫീലല്ല എന്നൊക്കെ പറയുന്നത്. സോ വി ആർ വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. വി ആർ സോ പ്ലീസ് ടു ഹാവ് യു. കാരണം നിങ്ങളെ കണ്ടെത്തിയത് ഞങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ്. കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം ഇത്രയും ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ നിങ്ങൾ ഞങ്ങളൊപ്പം നിന്നത് താങ്ക് യു സോ മച്ച്. യു ആർ ട്രൂലി ബിൽഡിംഗ് ഡ്രീംസ്. ഇന്റീരിയർ ഡിസൈനിങ് കമ്പനി എന്നുള്ള നിലയിൽ വുഡ് നെസ്റ്റിന് ഈ ഒരു പ്രോജക്റ്റിൽ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകതയും ഈ ഒരു ഡിസൈനിങ്ങിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അപ്രോച്ചും. നമ്മൾ കൂടുതൽ മീറ്റിങ്ങുകളിലും സംസാരിച്ചിരുന്നത് ഒരുപാട് ഷെൽഫുകളെയോ സ്പേസുകളെയോനേക്കാളും കൂടുതൽ എന്തായിരിക്കണം നമുക്ക് അവസാനം ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടേണ്ട ഒരു ഫീല്. ഇവിടെ ഈ ഒരു ഫ്ലാറ്റിൽ നമ്മുടെ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടുത്തെ ഒരു ഡേ ലൈറ്റിൻ്റെ ഒരു വളരെ എയർ സർക്കുലേഷനുള്ളൊരു ഫ്ലാറ്റ്. അപ്പോൾ ആ ഒരു പോസിറ്റീവ്നെസ് ഇൻറ്റീരിയർ കഴിയുമ്പോഴും അതേപോലെ തന്നെ നിലനിർത്തി ചെയ്യാൻ ഞങ്ങളിലേക്ക് വുഡ് നെസ്റ്റിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിലും ക്ലയൻറ്റ് എന്നുള്ള രീതിയിൽ അതിൽ വളരെ ഹാപ്പിയാണെന്ന് അറിഞ്ഞതിലും ഹൃദയം എന്ന് പറഞ്ഞാൽ താങ്ക് യു സോ മച്ച്. എന്തായാലും ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ആളുകളെ ഹാപ്പി ആക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Wood Nest, a nest of unique design and ideas.